കടിക്കുവേ. ഹലോ, വെൽക്കം ബാക്ക് ടു JP വ്ളോഗ്സ്. കുറേ നാളുകൾക്ക് ശേഷം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു 2 ദിവസത്തെ ഒരു ചെറിയൊരു യാത്രയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് സ്ഥലത്താണ് ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. ഒരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു JP വ്ളോഗ്സ്. വെൽക്കം ബാക്ക് ടു JP. ജസ്റ്റിനെ കാണുന്നില്ല. ജസ്റ്റിനെ കുറച്ച് ഇങ്ങോട്ടേ ജസ്റ്റിനെ ഇങ്ങോട്ട് നോക്ക്. ആരാ പഞ്ചായത്ത് പ്രസിഡന്റ്? ഏതച്ചാച്ചെ? അനിയച്ചാച്ചനെ വിളിച്ച് പറയണം റോഡൊക്കെ ശരിയാക്കാൻ കേട്ടാ. എവിടെയാ പോകുന്നത് നമ്മള്? ബാംഗ്ലൂരാ? തമാശ. മറന്നുപോയാ? റിസോർട്ടിലല്ലേ പോകുന്നത്? ഏത് റിസോർട്ടിലാ പോകുന്നത്? നമ്മൾ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ്. അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് എല്ലാ റിസോർട്ടും ആക്ച്വലി ബുക്ക്ഡ് ആയിരുന്നു. അവസാനം നമുക്ക് കിട്ടിയ ഒരു ഓപ്ഷനാണ് ഈ ബാനസുര ജംഗിൾ റിസോർട്ട്. അപ്പൊ നമ്മൾ എത്തി. ഈ ഒരു റിസോർട്ടിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിനെ ചുറ്റി ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇതിന്റെ ഉള്ളിലുണ്ട്. നമ്മൾ ചെക്കിന് വേണ്ടിയിട്ട് ഇവിടെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അവര് പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെർവ് ചെയ്യുന്നത്. ബാബി അതെന്നാന്ന്? ബാബി ഇതെന്നാ സാധനം? ഇതെന്നാന്ന്? ക്രിസ്മസ് കൂടാ. ഓക്കെ. നോക്കട്ടെ. കാറ്റിനുള്ളിൽ പോകാൻ പറ്റും. അപ്പൊ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. അതിന് മുമ്പ് ഈ റിസോർട്ടിൽ ഒന്ന് ചുറ്റി കാണാന്ന് വിചാരിച്ചു. ഈ റിസോർട്ടിന്റെ പുറത്തുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ചെടികളും പിന്നെ ഇവിടെ കണ്ട ചെറിയൊരു ഫ്ലൈ ഓവർ ഒക്കെ ആയിട്ട് പിന്നെ പല സ്ഥലത്തുനിന്നും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു നേച്ചർ ഫീൽ വരുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ താഴെയിലൂടെ ഒരു അരുവിയോ എന്തോ ഒഴുകുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ കുറേ മരങ്ങളും ഇതൊക്കെ ആയിട്ട് ഒരു ജംഗിൾ റിസോർട്ട് എന്ന് പറയുന്ന പേര് പോലെ തന്നെ ശരിക്കും ഒരു കാട്ടിൽ എത്തിയ പോലെ തന്നെ ഒരു ഫീൽ ഉണ്ട്. ഇനി ഞാൻ ഇതിന്റെ മുകളിൽ കയറിയിട്ട് മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ആ വ്യൂ പിടിക്കണ ശേഷം എങ്ങനെയുണ്ട് റൂം? ഇതുപോലത്തെ കോട്ടേജസിലാണ് നമുക്ക് ഇവിടെ സ്റ്റേ ഒരുക്കിയിട്ടുള്ളത്. ഇതേപോലത്തെ 2 കോട്ടേജസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്, നമുക്ക് 4 പേർക്കും കൂടിയിട്ട്. അപ്പൊ ഇതിലിപ്പോ നമ്മുടേതിലാണ് ഇപ്പൊ കയറി നോക്കുന്നത്. ഇവിടെ ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. പിന്നെ ഓക്കെ ഇങ്ങനെ താഴെ ഇറങ്ങി പോയിട്ടാണ് ബെഡ്റൂം. അപ്പൊ അതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ അത്ര ഹാപ്പി അല്ല റൂം കണ്ടിട്ട്. പക്ഷെ ഒറ്റൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ കേട്ടൻ പൊക്കി കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ കാണാം. ബാബി, where are you going? Oh wow,
ഗോയിങ് സ്വിമ്മിംഗ് പൂളാ. ആദ്യം പ്ലേയിങ് പറഞ്ഞു കേട്ടിനാ. സൈഡിൽ നല്ല പക്ഷികളെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് ശശി. നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പം പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇവിടുത്തെ പൂളിനി നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയ പൂളാണ്, പക്ഷെ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയും ചുറ്റിലും നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഇൻഫിനിറ്റി പൂളിന്റെ ചെറിയൊരു ലുക്കൊക്കെ ഉണ്ട്. തണുക്കുന്നുണ്ടോ ബേബി? ഇല്ലപ്പാ ബേബി നീന്ത് ബേബി. എങ്ങനെയാ നീന്തും അച്ഛൻ പഠിപ്പിച്ചാന്നെ? നീന്താ എങ്ങനെ പഠിപ്പിച്ചാന്നെ? വരട്ടെ വരട്ടെ. വെരി ഗുഡ്. ഗോ ഗോ ഗോ. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തണുത്ത് പറിച്ചിട്ട് കുളിയെല്ലാം കയറ്റിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നതാണ്. ബാക്കിൽ നിന്ന് മറ്റേ ചെറുക്കര വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. വാബി ഉറങ്ങിപ്പോയി. വാബി വല്ലാണ്ട് തണുത്ത് പറിച്ച് പേടിച്ചു പോയി. നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് ഇതിൻ്റെ താഴെ നേരത്തെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു അരുവി. അപ്പോൾ അത് നമുക്ക് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന. അപ്പോൾ എനിക്ക് നമ്മൾ പണ്ട് മന്മന പോയതാണ് ഓർമ്മ വരുന്നത്. അവിടെ ഇതുപോലെ നമുക്ക് ഇറങ്ങി കാണാമായിരുന്നു. പക്ഷെ അവിടെ കുറച്ചും കൂടി നടക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ അത്രക്കില്ല, എന്നാലും കൊള്ളാം. അങ്ങനെയുണ്ട്. I'm looking for fire. I wanna light up the sky tonight. Oh, I need a sign. I need a reason why I'm alive. 'Cause I can. രാത്രി ആയപ്പോഴത്തേക്കും ഈ റിസോർട്ടിന്റെ ഭംഗി കുറച്ചും കൂടി ഒന്ന് കൂടി. നല്ല ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ നടന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി സ്പോട്ട് ഉണ്ട് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാബി പൊതുവേ പുതിയൊരാളുമായിട്ടുള്ള എടുക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. കുറേ തവണ കണ്ട് സംസാരിച്ച് അങ്ങനെയല്ലേ അവൾ ആൾക്കാരുമായിട്ട് സെറ്റാവും. പക്ഷേ ജസ്മിയും വിനീഷുമായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായി. അതുകൊണ്ട് എനിക്ക് ശരിക്കും നല്ല റിലാക്സേഷൻ ആയിരുന്നു ഇന്ന്. തണുപ്പിക്കുന്നു. ഓ ഇവരെല്ലാം എന്നാ കളിക്കുന്ന ഭാവി? എന്നാ കളി? ഓ എണീമ്പാമ്പ് കളിക്കുന്ന. I'm not thinking about the way you keep my world from spinning. I'm just thinking about your eyes. രണ്ട് യുവ മിഥുനങ്ങൾ. If I've been faking or pretending, but I know I never felt so damn alive. I don't know if I believe the information. ഇതാണ് ഡിന്നർ മെനു. ഐറ്റംസ് ഒക്കെ കുറവാണ്, പക്ഷെങ്കിൽ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇവിടെ നമ്മൾ രാവിലെ കണ്ട പുൽക്കൂടുണ്ടല്ലോ, അതൊക്കെ നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. I'm not thinking about how long it's gonna take now. I'm just thinking about our lives. You and me just laying blankets on a beach, and then at night I'll sing your favorite lullaby. I'm so
ബാബി എവിടെയാ പോന്നേ? സ്വിമ്മിംഗ് പൂളിൽ പോന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നുണ്ടാ? എന്നാ പറ്റി ഇന്നലെ ഇറങ്ങിട്ട്? വിറച്ചു പോയാ? അതെന്തേ? തണുത്തിട്ടാ? ബാബി എന്നാ നോക്കുന്നേ? കൊരങ്ങനാ? ആ കണ്ട് വീഡിയോയിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല. അവിടെ ഒരു കൊരങ്ങനുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ചെക്കൗട്ട് ചെയ്യാൻ പോവാന്നാ കേട്ടാ. അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞു. ആർക്കും എന്തൊരു സന്തോഷമില്ല. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഈ റിസോർട്ടിന് പുറത്തെല്ലാം അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ടും. കുറേ ഫോട്ടോ എടുക്കാനുള്ള നല്ല സ്പോട്ടെല്ലാം ഉണ്ട്. പക്ഷെ റൂം അത്ര വലിയൊരു സെറ്റപ്പായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കുറേ ഇവർ തുടങ്ങിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. കുറേ സാധനങ്ങളൊക്കെ ഇനി വരണം എന്നാണ് പറഞ്ഞത്. കുട്ടികളെ പ്ലേ ഏരിയ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇപ്പം. പിന്നെ മൊത്തത്തിൽ കുറച്ചും കൂടിയെല്ലാം ഒന്ന് നന്നാക്കാൻ തോന്നുന്നു. റൂംസ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പുറത്തിങ്ങനെ നടന്ന് കാണാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും രസമുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പോകാണ്. എങ്ങനെയുണ്ടായിരുന്നു റിസോർട്ട്? എങ്ങനെ? സൂപ്പറാ. ജസ്ന ബിനീഷ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇനി നമ്മള് പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലത്തും കൂടി കയറുന്നുണ്ട്. അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോ വയനാട് പുൽപ്പള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന്റെ അടുത്തായിട്ട് നടവയൽ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്പോട്ട് ഉണ്ട്. നമ്മളുടെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്. ഇവിടെ വന്ന് താമസിക്കണം എന്നൊക്കെ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ താമസിക്കാനുള്ള ഒരു സൗകര്യം ഇതുവരെയായിട്ടും ആയനില്ല. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഇവിടെ വന്ന് നിന്നിട്ടില്ല. പക്ഷേങ്കിൽ 1-2 തവണ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. And takes your heart so suddenly. Sometimes someone just becomes a part of you so easily. Just like you did, took me by surprise, made me complete. You changed my life, made me believe in real love. And now my heart beats, it beats for you. ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ ഇറങ്ങണ്ട. അത് അവിടുന്ന് തെന്നിപ്പോയി. നിങ്ങളിപ്പോൾ കണ്ട ആളാണ് ജോസേട്ടൻ. ശശീൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹം വയനാട് തന്നെയാണ് താമസം. നമ്മളിപ്പം വന്നിട്ടുള്ള ഈ ഒരു സ്ഥലം മെയിനായിട്ട് നോക്കി നടത്തുന്നത് ജോസേട്ടനാണ്. Cause you're mine. ബാബി ഇതൊരു കുഞ്ഞു പോകൂ. ഇതങ്ങടെ കൊറേ ഉണ്ട്, വന്ന് നോക്കിയ. ഇതാ നോക്കിയ. വെളി കാണി. കണ്ടിട്ടില്ല. ഇങ്ങനെ കണ്ടിട്ട് വെള്ളം എടുക്കും കേട്ടാ. ഇതാണ് കിണറ്. സ്ഥലം ഇഷ്ടായില്ല ബാബി? സൂപ്പറാ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം കേട്ടോ. ഇത് ആക്ച്വലി നമ്മളെ സ്ഥലമാണ്. ഇവിടെ ഒരു ചെറിയ വീടുണ്ട്. ഇത് നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് നാളായി. എന്നിട്ടിപ്പോൾ ഇത് ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് ക്ഷീണിച്ച് വന്നതുകൊണ്ട് ഇവർ കുറച്ച് കരുക്കി തരാൻ പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട്.
ഭയങ്കര കുരങ്ങ് വന്നിട്ടൊക്കെ കടിച്ച് കളയുവാണ്. കാപ്പി അങ്ങനെ പഴുപ്പ് അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ പുള്ളിക്കാച്ചപ്പം വറുത്തെടുക്കുന്നുണ്ട്. ബാബി റിസോർട്ടിൽ പോയതിനേക്കാളും ആകാംക്ഷാപൂർവ്വം വീടുന്ന് ഓരോന്ന് നോക്കുന്നുണ്ട്. തെങ്ങ് കയറുന്നില്ല. ഇതാണ് കേട്ടോ വീട്. ഞാൻ ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയിട്ടില്ലായിരുന്നു. നമ്മൾ ഈ വീട് പ്രത്യേകിച്ചൊന്നും ആക്ച്വലി ചെയ്തിട്ടില്ല. ജസ്റ്റ് പെയിന്റ് ഒക്കെ അടിച്ച് പിന്നെ LP കാവ്യൊക്കെ ഇട്ടിട്ട് അതിന് നീറ്റ് ആക്കിയിട്ടേ ഉള്ളൂ. ആ പടി നോക്കണേ ബേബി, പടി ചോക്കണേ. പടി നോക്കിയിട്ട് ഇറങ്ങിക്കോ. ആടെ നോക്കണം. ഇവിടെ ചെറിയൊരു മച്ചുണ്ട് കേട്ടോ. ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ചു പേർക്കൊക്കെ കിടക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഈ വീടിനുള്ളിൽ ഭയങ്കര തണുപ്പാണ്. ഫാനിന്റെ AC ഒന്നും ആവശ്യമില്ല. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. ഇത് പുറത്താ ബേബി. തുറന്നു കഴിഞ്ഞാല് കണ്ടാ ഇറങ്ങാൻ കഴിയുന്നുണ്ടോ? അതിൽ ഇറങ്ങിക്കും. മെല്ലെ ഇറങ്ങണേ. ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ നേരത്തെ കണ്ട സ്ഥലം തന്നെയാ. മനസ്സിലായോ? ഇഷ്ടപ്പെട്ടിനാ ചേച്ചി വീട്? ഇഷ്ടപ്പെട്ടിനാ? അതാ ബോബു. അതാ അമ്മനോക്കെ ബോബു എന്തോ അടി ഇരുന്നോ? അടി ഇരുന്നിട്ട് നോക്കോ. ബോബു വേബിച്ചിനെ തന്നെ നോക്കുന്ന. ഈ കരിക്ക് ഇടുമ്പം പൊട്ടിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ കയറ് കെട്ടിയിട്ട് താത്തുന്നാണ് കേട്ടോ. ഒരു കൊല അങ്ങനെ തന്നെ എടുത്തിട്ട് കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ താത്തിക്കൊണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സ്ഥലം എടുത്തപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വീട് മോഡിഫൈ ചെയ്തിട്ട് അവിടെ ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ആക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നെ ഇവിടെ വന്ന് ഈ വീടൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു വീട് സംരക്ഷിക്കുക എന്നുള്ളൊരു നിലക്ക് പോയി. കാരണം നമുക്ക് എന്തോ നമ്മളുടെ ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്തെ പല ഓർമ്മകളും സമ്മാനിക്കുന്ന ഒരു സ്ഥലമായിട്ട് പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നി. അതുകൊണ്ട് ഇപ്പൊ നമ്മളാകെ കൺഫ്യൂഷനാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ ഒരു വീട്ടിന് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് ഭാവിയിൽ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ള നിലക്കാണുള്ളത്. ഇവിടെ കണ്ടോ ഫെൻസിങ്. പക്ഷെ ഇവിടെ അത്ര ഒരു സേഫ് അല്ല. ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫെൻസിങ് ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഒരു സേഫായിട്ട് താമസിക്കാൻ പറ്റുള്ളൂ. കുറെ വിഷ്വൽസ് കിട്ടുന്നുണ്ട്. ആടിന് തീറ്റ കൊടുക്കുന്ന ജസ്ന. ബാബി നീ ആടിനെ കണ്ടാ? അത് അതിന് കൊമ്പൊന്നുമില്ലല്ലേ കുത്തെ. ബാബിനെ കണ്ടിട്ട് പേടിച്ചോടി. ഒരാലയുണ്ട് പശുവിനെ കെട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് പശു ഇല്ലാത്തതുകൊണ്ട് ഇവരെ വീട്ടിൽ പശുണ്ട്. അപ്പം സഹായിക്കാൻ വന്നവരെ വീട്ടിൽ. അപ്പം അവരെ ഇവിടെ കെട്ടാറുണ്ട്. ഓ ചെറുതുണ്ട് പോലും. ആ ബാബി കുഞ്ഞാട്. തൊട്ടോക്കെ ബാക്കിയുള്ള ആടെ അച്ഛനെ കുത്തിയാ പറയണേ. ഇതെല്ലാം പ്രഹസനാണല്ലോ ഇങ്ങനെ. പേടിക്കണ്ട, തൊട്ട് നോക്കിയതാ ബാബിയെല്ലാം തൊടുന്നുണ്ടോ? പേരിട്ടാണ് ഈ ആടിന്റെ പേരെന്താ ബാബി? ചേച്ചിനോട് എന്നാ പേരെന്നാ? ആടിന് പേരിട്ടനാ? ഇതാ ഇതിന്റെ അമ്മയാട് ഇവിടെ കിടപ്പുണ്ട്.
ഇത് ജമുന പ്യാരിയാണ് കേട്ടോ, കാണാത്ത ആൾക്കാരെല്ലാം കണ്ടു. ഇപ്പൊ ഇവിടെ ഇവര് പറഞ്ഞു തന്നോ, അമ്മയുടെ അടുത്ത് പോണ്ട കേട്ടാ, വാവേനെ എടുക്കാൻ വരുന്ന വെച്ചിട്ട് കുത്തിക്കളയും. അത് ഇറങ്ങി പോന്ന ബേബി. ആ അയ്യോ അയ്യോ വീട് ബസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് അയാത്ത തീർന്നു. നല്ല മധുരം ഉണ്ടല്ലേ. ഇത് കൊടുത്ത കുഴപ്പമില്ല. ബാബി അതെന്നാ പറിച്ചിട്ട് വരുന്നേ? എന്താ അത്? എന്ത് നാരങ്ങ? വലിയ നാരങ്ങയാണല്ലോ. ഓ തിന്നായിട്ട് നോക്കട്ടെ, തിന്നാഴ്ച വിളിക്കുന്നുണ്ടാ? നേരത്തെ മുറിച്ചത് കുറച്ച് പഴുത്തിട്ടുണ്ടായിട്ടില്ല, അപ്പൊ പുളി ഉണ്ടായി. വേറെ നോക്ക. ഇനി ബംബ്ലൂസ് നാരങ്ങല്ലേ അല്ലേ? കൊരങ്ങനെ അടിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഉണ്ട ഒന്ന് കാണിച്ചു തന്നാ. ഒരു മണ്ണിനെ കൊണ്ട് ഉരുട്ടി ഉണ്ടാക്കിയതാ. അച്ഛൻ നോക്കിക്കേ, ഇതായിക്കേ, അടിക്കാൻ നോക്കിക്കേ. മൂന്ന് എടിയാന്ന് പോലും കാണത്തില്ല, അത്ര ദൂരം പോയി. ആ അത് മുകളിൽ പോയി. എവിടെ ചീന ഉണ്ട ഒന്ന് കാണിച്ചതാ. മണ്ണിനെ കൊണ്ട് ഇവരെന്നെ ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. വിരളകൾ 4 ഇഞ്ചോ ഇപ്പൊ നിലത്ത് പോവും. എന്താ അങ്ങോട്ടേക്ക് വിട്ടതാ, കൈക്കട്ടിട്ട് അങ്ങോട്ടേക്ക്. എല്ലാരും വേറെ കുട്ടികളുണ്ടായിട്ടില്ലോ? ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് കഴിഞ്ഞു പോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിക്കാലം ഉണ്ടല്ലോ, അതായത് 90s കിഡ്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന നമ്മുടെ ഒരു കുട്ടിക്കാലം, അതിൻ്റെ ഒരു ഫ്ലേവർ വാബിക്കും കിട്ടണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് ആക്ച്വലി ഇത്. ഈ ഒരു വീട് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജി വരുന്നൊരു വീടാണ്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ താമസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓടിട്ട വീടാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് നമുക്കൊരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. ഒരു 10-18 പേര്, കുട്ടികളടക്കം ഒരു 18 ആൾക്കാർ ഒന്നിച്ച് ഒരു കൊച്ചു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും പേർക്ക് ഒരൊറ്റ ബാത്റൂം, ഒരൊറ്റ ടോയ്ലറ്റൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് ഇത്രയും പേര് എങ്ങനെയാണ് ഒരു പ്രശ്നമില്ലാണ്ട് അത്രയും സന്തോഷത്തോടെ ആ കൊച്ചു വീട്ടിൽ താമസിച്ചതെന്നൊക്കെ ഞാനിപ്പോൾ അത്ഭുതത്തോടെ ആലോചിക്കാറുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒത്തിരി സൗകര്യങ്ങളായി, വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ നമ്മളെ സൗകര്യം കൂടുന്തോറും നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും അഡ്ജസ്റ്റ് ചെയ്യാനിപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ സമയത്തെല്ലാം നമുക്ക് നമ്മളെ വീട് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിരുന്നു. അതായത് ഭയങ്കര ചെറിയ വീടായ കാരണം മറ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിലെല്ലാം നമുക്കൊരു കോംപ്ലക്സാണ്. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ജോലിയായി 2 നില വലിയ വീടെടുക്കണം എന്നൊക്കെയുള്ളതാണ് നമ്മൾ അന്നേരത്തെ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഏതാണോ അതാണ് നമുക്ക് വീട്. പക്ഷെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ പുതിയ വീടെടുക്കുക എന്ന് പറയുമ്പം ഒന്നുകിൽ റിനോവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഓപ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീടൊന്നും ഇപ്പം ഇല്ല, നമുക്ക് ആ ഒരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഒരു വീട് സംരക്ഷിക്കണം എന്ന് തോന്നാനുള്ള ഒരു മെയിൻ റീസൺ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം നേരെ നാട്ടിലേക്ക് പോകാൻ പോകുന്നതാണ്, വണ്ടിയിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും എക്സ്പീരിയൻസ്?
ഇതാണ് എക്സ്പീരിയൻസ്. ഇവരുള്ളതുകൊണ്ട് നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. വാബിനെ എടുക്കാൻ ആളുള്ളതുകൊണ്ട്. വാബി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? വാബി എങ്ങനെയുണ്ടായിരുന്നു? റിസോർട്ട് ഒരു സ്ഥലം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാ? എൻജോയ് ചെയ്താ? എൻജോയ് ആനപ്പുറത്ത്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.